നാം അനുഷ്ഠിക്കേണ്ട വൈദിക കർമ്മങ്ങളെ സനാതനധർമ്മത്തിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ നിത്യകർമ്മം, ദിവസേന ചെയ്യേണ്ട കർമ്മങ്ങൾ, വൈദിക കർമ്മങ്ങൾ. നൈമിത്തിക കർമ്മം, പ്രത്യേക കാരണങ്ങളാൽ പ്രത്യേക കാലത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ. കാമ്യകർമ്മം, ആഗ്രഹപൂർത്തീകരണത്തിനായിട്ടുള്ള കർമ്മങ്ങൾ. ഇപ്പം നിത്യകർമ്മങ്ങൾ, അതായത് ദൈനംദിനം ചെയ്യേണ്ട കർമ്മങ്ങൾ എടുക്കുമ്പോൾ ഇതെല്ലാം ഉത്തമമായ കർമ്മങ്ങളാണ്. ഫലത്തെ പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല. നമ്മുടെ ദുർവാസനകളെ നീക്കാൻ പര്യാപ്തമായതാണ് ഈ കർമ്മങ്ങൾ. മനഃശുദ്ധിയും നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ എടുക്കുകയാണെങ്കിൽ സന്ധ്യാവന്ദനം, വേദകാലത്ത് വേദപാരായണം, നിത്യപൂജ, ഹോമങ്ങൾ, ഇങ്ങനെ കുറേ കർമ്മങ്ങളാണ് നിത്യകർമ്മം എന്ന് പറയുന്നത്. പിന്നെ പഞ്ചമഹായജ്ഞങ്ങൾ, അതായത് പഞ്ചമഹായജ്ഞങ്ങൾ പറയുമ്പോൾ ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നരയജ്ഞം, ഭൂതയജ്ഞം പറയാറുണ്ട്. അതായത് പൊതുവേ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കാറ്റ്, വെള്ളം, സൂര്യപ്രകാശം, ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ പഞ്ചമഹായജ്ഞം പറയുന്നത് ഒരു കടപ്പാടിൻ്റെ വെളിപ്പാടായിട്ട് നമ്മൾ ചെയ്യുന്നത്. ബ്രഹ്മയജ്ഞം പറയുമ്പോൾ ആദ്യം ദേവയജ്ഞം ഈശ്വരൻ അതിൽ ഉൾപ്പെടും. പിന്നെ ഈ ദേവതകൾ, വരുണൻ, അഗ്നി, എല്ലാം ഒരു ദേവതകളുണ്ടല്ലോ. അപ്പോൾ അവർ ബഹുമാനിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള യജ്ഞം, അതാണ് ദേവയജ്ഞം. പിതൃയജ്ഞം, അച്ഛൻ മരിച്ചൻ്റെ അച്ഛൻ, മുത്തച്ഛൻ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അങ്ങനെ മരിച്ചുപോയ പിതൃകൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ പിതൃയജ്ഞം. മരിച്ചുപോയവർക്ക് മാത്രം ചെയ്യേണ്ടതല്ല, ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള വയസ്സായവർക്കും അച്ഛനമ്മ അല്ലെങ്കിൽ മുത്തച്ഛൻ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെയും ആദരിച്ച് അവർക്ക് വേണ്ടിയ സഹായം കൂടെ ചെയ്തു കൊടുക്കണം. അതും പിതൃയജ്ഞത്തിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ നരയജ്ഞം, നമ്മുടെ സഹമനുഷ്യർക്ക് ചെയ്യേണ്ടത് ആതുര സേവനങ്ങൾ, അതാണ് നരയജ്ഞം പറയുന്നത്. പിന്നെ ഭൂതയജ്ഞം, മറ്റുള്ള ജീവജാലങ്ങൾ, പശുക്കൾ, എരുമകൾ, ആടുകൾ, കോഴി, ഇങ്ങനെയുള്ള മൃഗങ്ങൾക്കും പിന്നെ സസ്യങ്ങൾക്കും ഇവയ്ക്കായിട്ട് ചെയ്യുന്നുള്ള സേവനം, അതോ അല്ലെങ്കിൽ ഇവയ്ക്ക് കാണിക്കുന്ന ആദരവ്, ഇതൊക്കെയാണ് ഭൂതയജ്ഞം എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കാലത്ത് നോക്കിയാൽ നമ്മൾ പലർക്കും പലരും അനുഷ്ഠിക്കാറില്ല. മാത്രമല്ല ഇത് മുടങ്ങാതെ അനുഷ്ഠിക്കുന്നതും പ്രയാസമാണ് ഈ കാലത്ത്. അപ്പോൾ അതിൻ്റെ ഫലമായി സമൂഹത്തിൽ മൂല്യങ്ങളും സദാചാരങ്ങളും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ദിവസേന അർച്ചന, ലളിതാ സഹസ്രനാമ അർച്ചനയോ അല്ല ലളിതാ അഷ്ടോത്തരമോ, അത് പിന്നെ ധ്യാനം, മന്ത്രജപം, ഇതൊക്കെ നമുക്ക് നിത്യകർമ്മമായി കണക്കാക്കാം. അമ്മയുടെ മാവോം മെഡിറ്റേഷൻ ഉണ്ട്. പിന്നെ വെള്ളപ്പൂക്കൾ, രോഗശാന്തിക്ക് വേണ്ടി വെള്ളപ്പൂക്കൾ വെച്ചുള്ള ധ്യാനമുണ്ട്. ഇതൊക്കെ എടുക്കാം നമുക്ക് നിത്യകർമ്മമായിട്ട്. അതുമാത്രമല്ല, അമ്മയെപ്പോലെ ഒരു വ്യക്തി വിശ്വചൈതന്യത്തെ സാക്ഷാത്കരിച്ചതിനാൽ അമ്മയുടെ സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതും മേൽപ്പറഞ്ഞ യജ്ഞങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം അമ്മ ലോകത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അപ്പോൾ അമ്മയെപ്പോലെ മഹാത്മാക്കൾ വിശ്വചൈതന്യത്തെ സാക്ഷാത്കരിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് അവർ ലോകത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അവർ ചെയ്യുന്ന ഓരോ കർമ്മവും ലോകത്തിൻ്റെ നന്മയ്ക്കായിരിക്കും. അത്തരത്തിലുള്ള അമ്മയുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളിയാകുന്നതും മേൽപ്പറഞ്ഞ യജ്ഞങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ അമ്മ തന്നെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി അമ്മ ഒരുപാട് ചെയ്യുന്നു. ഈ മലിനീകരണം ഇല്ലാണ്ടാക്കാൻ അമലഭാരതം പറഞ്ഞ ഒരു പദ്ധതി അമ്മ ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട്. എത്രയോ ഭക്തന്മാർ ചേർന്ന് ചെയ്യാറുണ്ട്. തേനീച്ച വളർത്താൻ അമ്മ പറയുന്നുണ്ട്. അതുപോലെ വിഷു കൈനീട്ടം നമ്മൾ കേട്ടിട്ടുണ്ട്. അമ്മ അതിന് പകരം വിഷു തൈനീട്ടം പറഞ്ഞൊരു പദ്ധതി ആരംഭിച്ചു. പിന്നെ വൃക്ഷം ഒന്ന് ഒരു പദ്ധതി അമ്മ ആരംഭിച്ചു. അപ്പോൾ ഇതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആ മേൽപ്പറഞ്ഞ യജ്ഞങ്ങളുടെ ഒരു ഭാഗമാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത നരയജ്ഞം പറയുമ്പോഴാണ് ബാക്കിയുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ പഞ്ചമഹായജ്ഞങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ വസ്തുക്കൾക്കായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന വസ്തുക്കൾക്കായിട്ട് തിരിച്ച് ചെയ്യാനുള്ള ഒരു കടപ്പാട് നമ്മളെല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ അമ്മ പറയുന്ന പോലെ പ്രകൃതിയിൽ നിന്ന് എടുത്തുകൊണ്ടേ ഇരിക്കുക, ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ യജ്ഞങ്ങൾ ചെയ്യുന്നത് മൂലം പ്രകൃതിക്ക് ഒരു പരിധിവരെ നമുക്ക് തിരിച്ചു കൊടുക്കാനാകും. പിന്നെ
അടുത്തതായിട്ട് നൈമിത്തിക കർമ്മങ്ങൾ. പ്രത്യേക കാരണങ്ങളാൽ വിശേഷ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മമാണ് നൈമിത്തിക കർമ്മം എന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രാദ്ധം, അப்புறம் ഓരോ പിറന്നാൾക്ക് നമ്മൾ ആയുഷോമം പറഞ്ഞ് ചെയ്യാറുണ്ട്. അത് ക്ഷേത്രത്തിലെ എല്ലാ കൊല്ലം നടക്കുന്ന ഉത്സവങ്ങൾ, ശിവരാത്രി വ്രതം, നവരാത്രി വ്രതം, പിന്നെ കർക്കിടക വാവ് ബലിയൊക്കെ പറയല്ലോ, അതൊക്കെ നൈമിത്തിക കർമ്മങ്ങളാണ്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട കർമ്മങ്ങളാണിത്. ഇതും എത്ര പേര് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം ഇതൊക്കെ നമ്മൾ കടപ്പാട് വീട്ടാനുള്ള ഒരു മാർഗ്ഗമാണ്. നമ്മൾ എത്രയോ കടപ്പെട്ടിരിക്കുകയാണ്. അമ്മ പറയുന്ന പോലെ ഓരോ കൃമികൾക്ക് പോലും നമ്മൾ കടമപ്പെട്ടിരിക്കുകയാണ്. ബാക്ടീരിയ തന്നെ എടുത്താൽ നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കാன ബാക്ടീരിയ ഉണ്ട്. നല്ല ബാക്ടീരിയകളുമുണ്ട്, ചീത്തയായിട്ടുള്ള ബാക്ടീരിയകളും ഉണ്ട്. ആഹാരം കഴിക്കുമ്പോൾ അത് ദഹിക്കാൻ വേണ്ടി സഹായിക്കുന്ന ബാക്ടീരിയകൾ കുറേയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോന്നും നമ്മൾ നന്ദി പറയാനുണ്ട്. ബാക്ടീരിയകൾ കോടിക്കണക്കിലുണ്ട്. അപ്പോൾ ഓരോ ബാക്ടീരിയക്കും നന്ദി പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ ഈ വേദങ്ങൾ പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കടപ്പാട് നമ്മൾ തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത കാമ്യ കർമ്മങ്ങൾ എടുത്താൽ നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ. വേദങ്ങൾ അനുവദിച്ചിട്ടുള്ള കർമ്മങ്ങളാണ് ഇതൊക്കെ. പുത്രകാമേഷ്ടി, അത് കുട്ടികൾ ജനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാഗമുണ്ട്. സ്വർഗപ്രാപ്തിക്കുള്ള യാഗമുണ്ട്, അഗ്നിഷ്ടോമം എന്ന് പറയും. ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടും വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിൽ ഇങ്ങനെ കുറേ വൈദിക കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായി ചെയ്താൽ ക്രമേണ നമ്മളുടെ ആഗ്രഹങ്ങൾ കുറഞ്ഞ് വരുന്നതിനെ സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകും. ഈ കർമ്മങ്ങളിലൊക്കെ മന്ത്രം ഒരുപാട് ജപിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ നമുക്ക് മനോസിദ്ധി വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതിന് നമ്മൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചെയ്താലും നിരന്തരം മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പയ്യനെ കുറഞ്ഞ് നമുക്ക് മനസ്സമാധാനം കൈവരാനും വഴിയുണ്ട്. ഈ മന്ത്രങ്ങൾക്ക് അത്രയും ശക്തിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളാണ്. എത്രയും ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. അല്ല, അമ്മയെപ്പോലെ മഹാത്മാക്കൾ, അമ്മയെപ്പോലെ സദ്ഗുരുമാർ പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ തന്നെ ഈ യജ്ഞങ്ങൾ പലതും നമ്മൾ ചെയ്യുന്നത് തുല്യമായി തീരും. അപ്പം അമ്മ ഈ കർമ്മങ്ങളൊക്കെ വളരെ ലളിതമായ രീതിയിൽ ചെയ്യാനുള്ള പദ്ധതി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് നമ്മുടെ കടപ്പാട് തീർക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് ബാലൻസ് ഡെബിറ്റായി പോകുമ്പോൾ അമ്മ എപ്പോഴും പറയണം, നമ്മൾ ഈ ലോകം വിട്ട് പോകുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് ക്ലീൻ ആയിരിക്കണം. അതായത് ആർക്കും നമ്മളൊന്നും കൊടുക്കാൻ ബാക്കി ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പോകുമ്പോൾ ക്ലീൻ ആയിട്ട് പോകണം. എനിക്കൊന്നും ഇവിടെ കടപ്പാടില്ലാത്ത രീതിയിൽ പോകണം. അപ്പോൾ അതിനൊക്കെ ഇങ്ങനത്തെ കർമ്മങ്ങൾ വളരെ സഹായമായിരിക്കും.